വെൽക്കം ബാക്ക് ടു തേർമൽ ഫാമിലി. രാവിലത്തെ തിരക്കിലാണ്. ടിഫിനും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇന്ന് ആലു പറാഠയാണ്. അപ്പോൾ ടുട്ടൂന് ടിഫിനിൽ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് സോസ് വെക്കുന്നുണ്ട്, കാരണം തണുപ്പായിട്ട് തൈര് വെക്കുന്നില്ല. പിന്നെ ഒരു ഓറഞ്ചും കൂടെ ഫ്രൂട്ട്സ് ബ്രേക്കിന് കൊടുത്തയക്കുന്നുണ്ട്. ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡിയാക്കി വെച്ചു. സമയം 7:22 അങ്കിത്ത് ഈ സമയത്താണ് ഇറങ്ങുന്നത്. 7 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ. ഫുൾ പാക്ഡ് ആയിട്ട് അങ്കു റെഡിയായി. ഇന്നിവിടെ കുറച്ച് ഫോഗുള്ള ദിവസമാണ്. ചെറുതായിട്ടിങ്ങനെ ഫോഗ് വന്നുകൊണ്ടേയിരിക്കുന്നു. The past is where it stays, way back a year ago. I've changed for the better this time. I thought I would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen a lot. അങ്കു സ്കൂളിലേക്ക് ഇറങ്ങിയിട്ട് ചായ റെഡിയാക്കി. ശരിക്കും ഫോഗ് കൂടി കൂടി വരുന്നതായിട്ടാണ് തോന്നുന്നത് ഇന്ന്. ഇങ്ങനെയുള്ള ദിവസം ശരിക്കും ഡ്രൈവിങ് ഒക്കെ കുറച്ച് അപകടമാണ്. കാരണം ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണിലോട്ട് ഇങ്ങനെ കയറി വരുന്ന പോലെ നമുക്ക് തോന്നും. ആകെ ഒരു പുകയാകും. അപ്പം അങ്ങനത്തെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫോഗാണ് ഇന്ന്. പുറത്ത് വന്നിട്ട് ചായ കുടിക്കുവാണ്. കൈയും കാലും ഒക്കെ കുറച്ചായിട്ട് തണുക്കുന്നുണ്ട്. പക്ഷേ ഒരു രസമുണ്ട്. പുറത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിട്ട് തോന്നുന്നുണ്ട്, ചൂട് ചായയും മഞ്ഞും ഒക്കെ ആയിട്ട്. രാക്കേക്കിനി ഒരാഴ്ചത്തേക്ക് മുംബൈയിൽ ഒഫീഷ്യലി പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് രാക്ക് റെഡി ആയിട്ടുണ്ട്. അങ്കിത്ത് പോയതിനെക്കാട്ടിയും ഫോഗ് കുറച്ചും കൂടെ ഈ സമയം കൂടിയിട്ടുണ്ട്. അവനൊരു 7:30 അടുപ്പിച്ചാണല്ലോ പോകുന്നത്. 7:20 കഴിയുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. രാക്കയുടെ വണ്ടി 9 മണിക്കാണ് വന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഫോഗ് കൂടിയിട്ടുണ്ട്. ശരിക്കും വിസിബിലിറ്റി നന്നായിട്ട് കുറഞ്ഞായിട്ടാണ് തോന്നിയത് ആ സമയത്ത്. ഫ്ലൈറ്റ് 12:30 ആ സമയത്തേക്ക് അങ്ങ് എത്തും ഇപ്പോൾ ഇറങ്ങിയാൽ. ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് വണ്ടി ഓടിക്കുന്നത്. കുറച്ച് ഡേഞ്ചറസുമാണ്. അറിയാത്ത വഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അറിയാവുന്ന വഴിയാണെങ്കിൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രൈവേഴ്സിന് പോകാൻ പറ്റും. പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വന്നു. നമ്മുടെ വണ്ടി കവർ ചെയ്യാൻ വേണ്ടി ഒരു കവറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് താഴെ പോയി ഇടണം. രാക്കി അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവിടെ പൊടിയും മഞ്ഞൊക്കെ ആയിട്ടാകെ വണ്ടി കോലാവും. ഒരാഴ്ചത്തേക്കാണല്ലോ രാക്കി പോയത്. അപ്പോൾ ഞാൻ താഴെ വന്നിട്ട് ഹൗസ് കീപ്പിങ്ങിൻ്റെ ആളുകളുണ്ടായിരുന്നു താഴെ. അപ്പോൾ അവരുടെ ഹെൽപ്പൊക്കെ വെച്ച് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു ഫോട്ടോയും ഒരു വീഡിയോയും കൂടെ രാക്കിക്ക് അയച്ചു കൊടുത്തു സമാധാനത്തിനായിട്ട്. നമ്മുടെ വാഷ് ബേസിൻ കുറച്ച് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. വെള്ളം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്ലംബറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പ്ലംബേഴ്സ് വന്നിട്ടുണ്ട്. അവരത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ബാക്കി കുറച്ച് പാലിരുന്നതെടുത്ത് ചൂടാക്കി അതിൽ മുസ്ലി ഇട്ട് കഴിക്കുകയാണ്. നമ്മുടെ മില്ലറ്റ് മുസ്ലിയാണിത്. റാഗിയും കോണും എന്തൊക്കെയോ ഉള്ള സംഭവമാണ്. ശരിക്കും എനിക്ക് ഈ തണുപ്പത്ത് ചൂട് പാലിതിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. എപ്പോഴും എനിക്കിത് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ചില സമയങ്ങളിൽ അത് കഴിക്കാൻ തോന്നും. അങ്ങനെ ഞാനത് കഴിക്കാനായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. back a year ago.
അങ്കിത്ത് വന്നപ്പോൾ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് പുൾസയായിട്ട് ഉണ്ടാക്കുകയാണ്. ബ്രൗൺ ബ്രെഡാണ്. നെയ്യൊക്കെ നല്ല കട്ടിയായിട്ട് ഉരുക്കി കുറച്ച് പാടാണിപ്പോൾ തേക്കാൻ. ചൂടായിട്ട് വേണം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. Back a year ago. വെളിച്ചെണ്ണയാണ് ഇത് ഉപയോഗിക്കാൻ തന്നെ ഇപ്പം മടിയാണ്, നല്ല കട്ടിയായിട്ടിരിക്കുക. ഡിന്നറിന് നമ്മുടെ ടൗൺഷിപ്പിന്റെ വീട്ടിൽ നിന്ന് വെജ് ദം ബിരിയാണി ആയിരുന്നു, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അത് ചൂടോടെ കഴിക്കാം. ഞാനും എടുത്തു, അങ്കിത്തിനും കുറച്ചിട്ട് കൊടുത്തു. കൂടെ ബൂന്തി റൈത്തയാണ്. ഇതാണ് ഡിന്നർ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.